ഇന്നിപ്പോൾ ഞാൻ ഈ ബാഗും തൂക്കി പോകുന്നത് എൻ്റെ കല്യാണ സാരി എടുക്കാനായിരിക്കുന്ന എൻ്റെ മനസ്സിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ചില സമയങ്ങളിൽ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നന്നായി വരാറുണ്ട്. കല്യാണ സാരി ഞാൻ എടുത്തെങ്കിലും ഈ വീഡിയോയിൽ ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അതെനിക്കൊരു കുഞ്ഞ് സസ്പെൻസ് ആയിട്ട് വെക്കാനാണ് ആഗ്രഹം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ഞാൻ പോലും അറിയാതെ ഒരു ഒഴുക്കിലാണ് എൻ്റെ കല്യാണം ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും കണ്ട് അത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങുന്നു. അങ്ങനെ വളരെ നോർമലായിട്ടാണ് എൻ്റെ കല്യാണം ഷോപ്പിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കല്യാണം കൂടാതെ അമ്മ വീട്ടില് കസിൻ്റെ കല്യാണം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ സിബ്ലിങ്സ് 3 പേരും ഒരേപോലത്തെ സാരി എടുക്കാമെന്ന് ഓർത്ത് 3 കളർ ചേഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കസിൻ്റെ കല്യാണത്തിന് ഒരാൾക്ക് ഞങ്ങളിട്ട ബഡ്ജറ്റ് 2000 ആയിരുന്നെങ്കിലും എടുത്തു വന്നപ്പോൾ എന്തായാലും അതിന് മേലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ 3 പേർക്കും സാരി എടുത്ത് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം ഷോപ്പിങ്ങിലേക്കാണെന്ന് ഞാൻ പോലും ഇപ്പോൾ അറിയുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി ആയാലും അവൻ്റെ ഫാമിലി ആയാലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത്, എപ്പോഴാണോ ഇഷ്ടപ്പെടുന്നത് അത് നീ പിക്ക് ചെയ്തോളൂ. കല്യാണം ഒരു ഷോപ്പിംഗ് തന്നെയായിട്ട് ഒരുപാട് കുടുംബാംഗങ്ങളൊക്കെ കൊണ്ടുപോയി എല്ലാവരുടെ ഇഷ്ടം നോക്കി അങ്ങനത്തെ ഉള്ളൊരു ചടങ്ങൊന്നും വേണ്ട, ഒരു ഓളത്തിന് അങ്ങ് നടന്നു പൊക്കോട്ടെ എന്ന് വീട്ടുകാരെല്ലാവരും പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു വല്ലാത്തൊരു സമാധാനം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒഴുക്കിനിങ്ങനെ എൻ്റെ കല്യാണം ഷോപ്പിംഗ് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനെന്തായാലും എൻ്റെ ഫാമിലിക്കും അവൻ്റെ ഫാമിലിക്കും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ മതിയാവൂ. അങ്ങനെ ഒരുവിധമൊക്കെ തപ്പിപ്പറക്കി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്യാണ സാരി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരെയും വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും വേണ്ടാന്ന് മനസ്സിൽ വിചാരിച്ച് വന്ന എനിക്ക് ഇത്രയും വലിയൊരു കാര്യമാണ് ലൈഫിൽ ഇവിടെ നിന്ന് നടക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. കസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ എന്തായാലും ഒരുപോലത്തെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം 3 പേർക്കും ഒരുപോലത്തെ കുപ്പികളൊക്കെ വാങ്ങിച്ചു. ചിക്പേട്ടിലെ ഷോപ്പിംഗ് അനുഭവങ്ങൾ എനിക്ക് എപ്പോഴും സന്തോഷമാണ് തരാറ്. ഈ ഷോപ്പിംഗ് എന്തായാലും എനിക്ക് ഹാപ്പി അല്ല, പകരം ഡബിൾ ഹാപ്പി ആയിരുന്നു കേട്ടോ.